begins. Ka, di, ni, ta, tei, tei, ta, di, tei, tei, ta, tei, tei, ta, di, tei, tei, side, ta, tei, tei, ta, di, tei, tei, ta, tei, tei, ta, di, tei, left, ta, left, ta, tei, tei, ta, di, tei, tei, ta, tei, tei, ta, di, tei, tei, ta, tei, tei, ta, di, tei, tei, ta, tei, tei, ta, di, tei, speed, tei, ta, tei, tei, ta, di, tei, tei, ta, tei, tei, ta, di, tei, tei, ta. പറയല്ലേ നമ്മളെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് എല്ലാ വർഷം പോകുന്ന ടൂറ് അതിനെപ്പറ്റി ഒരു മെസ്സേജ് ഗ്രൂപ്പിൽ ഇട്ടല്ലോ. അപ്പൊ ആരും അതിനെ കുറിച്ചൊന്നും പറയണ്ട. അപ്പം നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കണ്ടേ. അതിനുവേണ്ടിയാണ് മീറ്റിംഗ് വിളിച്ചത്. അതെ, ആർക്കും താല്പര്യം ഇല്ല ഇപ്രാവശ്യം പോണ്ടേ? അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കും എവിടെ പോണം. അതിന്റെ എല്ലാ പ്രാവശ്യവും നമ്മളല്ലേ പറയാറുള്ളത് ഇന്ന സ്ഥലത്ത് നമുക്ക് പോകാം, അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങളുടെ തീരുമാനം വേണ്ട, നിങ്ങളുടെ തീരുമാനം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം. ടീച്ചറെ വാഗമണ്ണ് പോയാലോ? ഇല്ല, വാഗമൺ നമ്മൾ 2 വർഷം മുമ്പ് പോയതല്ല. അവിടെ പ്രത്യേകിച്ച് കാണാനായിട്ട് ഒന്നും ഇല്ലല്ലോ. വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്നല്ലേ നല്ലത്. മൂന്നാർ പോയാലോ? മൂന്നാറ് പോയിട്ടുള്ള കുഴപ്പമില്ല, നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിലും. ആണോ? വേറെ എവിടെയെങ്കിലും? വേറെ അല്ല, ഇപ്പം ഒരു ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാരും കൂടെ ഒന്നിച്ച് വേണ്ടേ പോവാനായിട്ട്. അപ്പൊ എല്ലാവർക്കും കൂടെ പറ്റുന്ന ഒരു സ്ഥലം പറയാം. ഇപ്പൊ ഞങ്ങളൊരു സ്ഥലം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ നമ്മള് പ്ലാൻ ചെയ്തത് പൈതൽ മല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതെവിടെയാ ടീച്ചർ പൈതൽ മല? കണ്ണൂര്. 2 ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റുമോ? എന്തോ 2 ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റുമോ? 2 ദിവസം കൊണ്ടൊക്കെ പോയിട്ട് വരാൻ പറ്റും, അത് കുഴപ്പമില്ല. തലേ ദിവസം പോയിട്ട് 2 ദിവസത്തിൽ തിരിച്ചെത്താം. നല്ലതല്ലേ ടീച്ചർ? അതല്ലേ നല്ല. അവിടെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഇങ്ങനെ കാണാനൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. പോയിട്ടുണ്ടോ പൈതൽ മല? പോയിട്ടില്ലല്ലോ. അപ്പൊ ഇനിയിപ്പം നമുക്ക് അവിടെയാണെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് ഇതുവരെ പോയിട്ടില്ലല്ലോ അവിടെ. അങ്ങനെ പോവാം. പിന്നെ അതാ നല്ല ഡിസിഷൻ. എന്റെ കാര്യം ഞാനൊന്ന് വീട്ടിൽ പറഞ്ഞിട്ട് ചോദിച്ചിട്ടൊക്കെ പറഞ്ഞാൽ മതി. എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോവുള്ളൂ. അപ്പൊ നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ ഇടാം. അപ്പൊ ഒന്ന് നിങ്ങളൊന്ന് പ്രതികരിക്കണം. നിങ്ങളിപ്പോ ഒരു റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഇങ്ങനെ വെക്കേണ്ടി വന്നത് ഒരു മീറ്റിംഗ്. കേട്ടല്ലോ? ശരി, അപ്പൊ ഇത് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. ഒന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥലത്തേ നമ്മൾ പോവുള്ളൂ. എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിലേ നമ്മൾ പോവുള്ളൂ. ശരി ശരി. അതെ, ഒരു കാര്യമുണ്ട്. ഞങ്ങള് ഡാൻസ് ക്ലാസ്സിന് ടൂർ പോകാൻ പ്ലാൻ ഇട്ടു. പൈതൽ മല 2 ദിവസത്തേക്ക്. പൈതൽ മല. എന്ത് 2 ദിവസം പോയിട്ട് 2 മിനിറ്റ് കൂടെ 2 ദിവസത്തെ കാര്യമില്ലേ? നമ്മള് പാരന്റ്സും കുട്ടികളും എല്ലാരും കൂടി പോകും. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്റെ വർക്കിന്റെ കാര്യം നിനക്ക് അറിയാലോ. എന്നും പറഞ്ഞ് എനിക്ക് പോവാതിരിക്കാൻ പറ്റും. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ ഉണ്ട്. സാരമില്ല, 2 ദിവസത്തെ കാര്യമല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാം. അത് ശരിയാവത്തില്ല. ഞങ്ങൾ അമ്മമാരും കുട്ടികളും എല്ലാരും ടീച്ചേഴ്സുമായിട്ട് പോകണേ. കേട്ടനെ എങ്ങനെ കൊണ്ടുപോകുന്നത്? ഒന്നുമില്ല, ഇതാ ഞാൻ പറഞ്ഞത്. ഞാൻ 2 ദിവസം പോണെന്ന് പറഞ്ഞപ്പോൾ ഉള്ള പ്രശ്നം. ഒറ്റയ്ക്ക് വിടത്തില്ല, കൂടെ വരാന്ന്. അത് ഞങ്ങളെല്ലാരും ഇല്ല, എന്താ കുഴപ്പം? അല്ല, അതെനിക്ക് പറ്റത്തില്ല, അതറിയാം. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. 2 ദിവസം പോയിട്ട് 2 മിനിറ്റ് പോലും പറ്റത്തില്ല, അറിയാവുന്നതാ. ഇതാ ഞാൻ നേരത്തെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തന്നെ തിരിച്ചു കൊണ്ട് തന്നോളാം. അതൊക്കെ അറിയാം. 2 ദിവസത്തേക്ക് അങ്ങോട്ട് സഹിക്കും. ഒന്നാലും ഒന്നുമില്ല. ശരി ശരി ലില്ലി, 2 ദിവസത്തെ കാര്യമല്ലേ. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് നല്ലൊരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ ദിവസം പോവാം. നമ്പർ പ്ലേറ്റ് ഒക്കെ തുരുമ്പ് ചെല്ലമ്മ. ഈ സീറ്റിന്റെ കവറൊക്കെ ഇതൊക്കെ ഇതായിപ്പോയി. എവിടെ കൊണ്ട് പാലർ കുത്തി പൊട്ടിച്ച് കളയാനാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ കുത്തി പൊട്ടിക്കാനും അതിനും ഇതിനും ഒന്നിനും പോകണ്ട. ഒട്ടിച്ചാൽ ശരിയാവും. അത് വേണ്ട, നീ പരീക്ഷ എഴുതി SI ഒക്കെ ആവാൻ പോകുമല്ലേ. നീ ഇത് മാറ്റാനൊന്നും നിൽക്കണ്ട. വേറെ ഒരു നല്ല വണ്ടി എടുക്കണം, വലിയ വണ്ടി.
ഇത് കൊടുക്കാനാ? ആ അമ്മ നമ്മളൊരിക്കൽ അത്യാവശ്യത്തിന് ഈ വണ്ടി എടുത്ത് കൊടുത്തല്ലോ. ആ എന്നിട്ട് ഈ വണ്ടി പിന്നെ രണ്ടാമത് എങ്ങനെയാ ഇവിടെ വന്നത്? പാലേന്ന് പപ്പ ഇവിടെ വന്ന് ഞാൻ കൊടുത്ത ആരാണെന്ന് കണ്ടെത്തി തിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞെന്താണ്? ഇതുണ്ടെങ്കിലേ കനകനുള്ളതെന്നാണ് പറഞ്ഞത്. അതൊക്കെ ശരി തന്നെ മക്കളെ, അത് ശരിയാണ്. എന്നാലും നീ SI ആവുമ്പോൾ ഒരു നല്ല വണ്ടി പോകണമെന്ന് അമ്മയ്ക്കൊരു ആദ്യം SI ആവട്ടെ അമ്മ. ഓ SI ആവട്ടെ എന്നൊന്നും പറയണ്ട. നീ പ്രയത്നിക്കുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥനയുണ്ട് മോനെ. അങ്ങനെ വരട്ടെ. ഓ അങ്ങനെ വരട്ടെ. ശരി. ആ നേരത്തെയാണ് താമസിച്ച? സമയം എത്രയെന്ന് നോക്ക്. അപ്പൊ താമസിച്ചില്ലെന്ന്. കറക്റ്റാ. പിന്നെ 23-ാം തീയതി ഡാൻസ് ക്ലാസ്സിൽ നിന്ന് പാരന്റ്സ് എല്ലാരും കൂടെ പൈതൽ മലയ്ക്ക് പോണ കാര്യം പറഞ്ഞില്ലേ, അത് ഫിക്സ് ആയി. ഞാൻ പോട്ടെ. പിന്നെന്താ പൊയ്ക്കോ. എന്നിട്ടീ പോണത്? അമ്മ അമ്മ പറഞ്ഞത് ശരി തന്നെ. SI ആകുമ്പോ ഇച്ചിരി വലിയ വണ്ടി വേണം അല്ലേ? ആ അതാ ഞാനും പറഞ്ഞത്. പക്ഷെ ഇതിനോടൊരു സെന്റിമെന്റ്സ് ഉണ്ട്. സാറിന് നമുക്ക് നോക്കാം. നോക്കമ്മ. മറ്റേ ഇതെങ്ങനെയുണ്ട്? ധന്യു എൻ്റെ അടുത്തന്ന സൽവാർ തയ്ക്കാൻ വേണ്ടി. ഇങ്ങനെ തയ്ക്കാൻ എനിക്കറിയില്ല കേട്ടാ. അല്ലെങ്കിൽ അമ്മ തയ്ക്കണ്ട, വെളിയിൽ കൊടുത്ത് തയ്ക്കാം. എന്തിനു അന്യായ പൈസ കൊടുത്ത് വെളിയിൽ തയ്പ്പിക്കുന്ന? ഞാൻ തയ്ച്ചോളാം. പിന്നെ നല്ല വിലയുള്ള തുണിയാണ്, അതുകൊണ്ട് അമ്മ മറ്റേ ഇങ്ങനെ തയ്ക്കോളൂ. കുറച്ച് നിരത്തിക്ക് തയ്ക്കണം. ആ ഞാൻ തയ്ച്ചെന്ന ചുരിദാറൊക്കെ തന്നെയാ നീ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇപ്പൊ പറഞ്ഞതോ തയ്ക്കാൻ പറ്റൂലെന്ന്. ഇങ്ങനെയൊക്കെയാണോ ചുരിദാർ തയ്ക്കുന്നത്? ജുബ്ബ പോലെ? അമ്മ ഇങ്ങനെയാണ് അത് തയ്ക്കേണ്ടതാ. ചുരിദാർ അങ്ങനെ തയ്ച്ചാൽ കൊള്ളൂല. നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ വെച്ചാലേ കൊള്ളത്തുള്ളൂ. ഇതാ നോക്ക്, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കണ്ട ഷോളും കൂടി ഇടുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. തയ്ക്കാൻ പറ്റും, ഇതുപോലെ തയ്ക്കാൻ പറ്റും. എന്ന് അമ്മ തയ്ച്ചോ, പക്ഷെ ഇതുപോലെ ഇരിക്കണം. ഇത് ഈ കഷ്ണം വേണോ? ആ കഷ്ണം വേണം. അത് ആദ്യം നിന്ന് മറ്റേ ഒരു ഗോൾഡൻ എടുത്ത് ഇവിടെ വെക്കണം, ബാക്കി നീല ഇങ്ങനെ വെക്കണം. പറ്റുമോ? പറ്റുമല്ലോ. ഇതുപോലെ ഇരിക്കണം. പെണ്ണ് ഇട്ടാ നല്ലതാ. നീ ഇട്ടാ എനിക്കറിയാൻ പാടില്ല. മാമി തന്നെ എന്റെ എടുത്തുന്ന ഡ്രസ്സ് അമ്മയെ കൊണ്ട് ഇങ്ങനെ തയ്പ്പിക്കാം, നല്ല ഭംഗിയായിരിക്കൂലേ. അതിന് അമ്മക്ക് ഇങ്ങനെ ഫാഷനിലൊക്കെ തയ്ക്കാൻ അറിയോ? അറിയാന്ന് അമ്മ. ചേച്ചി എപ്പോഴും മറ്റേ ഒന്നെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റൗണ്ട് കഴുത്ത്, അത്രേ ചേച്ചിക്ക് അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് പക്ഷെ ഇച്ചിരി വെറൈറ്റിയാ. അതുമല്ല ആ തുണി നല്ലതാട്ടോ, നീ വേറെ എവിടെയെങ്കിലും നല്ലെടുത്തോണ്ട്. ഇതെന്തീ പറയണത്? ഞാനും അത് പറഞ്ഞ ഇവിടുത്തെ എല്ലാ ആൾക്കാരുടെയും തയ്ക്കണ ഞാൻ എന്നിട്ട് പറയാ എന്നാ നിന്റെ തയ്ക്കണില്ല, നീ പോയി കൊണ്ടേ കൊടുക്കും. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഇനി തയ്ക്കണില്ല. വേണ്ട വേണ്ട ചേച്ചി തന്നെ തയ്ച്ചോ. വേണ്ട, ഞാൻ തയ്ക്കൂല. ഒരു സാധനം തയ്ക്കൂല. ചേച്ചി നിങ്ങളന്ന് പിന്നെ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ച പിള്ളേരെല്ലാരും കൂടെ ടൂർ പോവാൻ പ്ലാൻ ചെയ്തില്ലായിരുന്നാ? എന്നിട്ട് എന്താ ചേച്ചി പോവാഞ്ഞത്? നിന്റെ ചേട്ടനോട് ചോദിച്ചു നോക്ക്. അമ്മേനെ കേട്ടത് എവിടെയെങ്കിലും വിടുവോ? എന്റെ പൊന്നിലില്ലി, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ ആ മനുഷ്യൻ സമ്മതിക്കില്ല. കണ്ടില്ലെങ്കിൽ ഒരു നേരം വെപ്രാളം വിളിയിട്ട് തന്നെ. ഞാൻ ആ കാര്യം ചോദിച്ചാൽ അന്ന് ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഒരു ദിവസം ഫുള്ള് നീ ഉണ്ടാവൂലേ? അപ്പൊ ഇവിടെ കഞ്ഞി ഞാൻ വരുമ്പോ ആരും എനിക്ക് ചോറ് എടുത്തു തരും. ഞാൻ പറഞ്ഞ മുത്തുണ്ടല്ലോ ഇവിടെ, എവിടെയും പോകാൻ സമ്മതിക്കൂല പ്ലീറ്റോ. അമ്മ പ്രായമായിരുന്നുള്ളൂ, ഇപ്പഴും ഭയങ്കര പ്രേമമാണ് ഡാഡിക്ക് അമ്മയെടുത്ത്. സത്യം, അമ്മ ഇല്ലാതെ ഒരു നിമിഷം പറ്റൂല. ഭാഗ്യമല്ലേടി. ഭാഗ്യം എന്ന് വെച്ചാൽ അമ്മ പോണെന്ന് പറയുമ്പോഴേ വെപ്രാള. പിന്നെ ഇങ്ങനെ കാരണം കണ്ടുപിടിക്കണേ പറയൂല. എന്നിട്ട് എന്നാ നീ പോവണ്ട എന്ന് പറയൂല. പോണ്ടാന്ന് പറയുന്നത് പോണോന്ന് ചോദിക്കും. കാര്യം എന്താന്ന് അറിയില്ല. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല. എനിക്കറിയാം ക്ലീറ്റോന്റെ വിഷമം അതാണെന്നുള്ളത്. എന്നാലത് കേൾക്കുമ്പോ ഒരു സുഖമല്ലേ. ഞാനും പോയി മാമി ഹോസ്റ്റലില്. ഡാഡിക്ക് എന്നെ വിട്ടതിന് ഇത്ര വിഷമമൊന്നുമില്ല, പക്ഷെ അമ്മ ഒന്ന് മാറി നോക്കട്ടെ. അത് പിന്നെ എന്റെ കെട്ടിയോനല്ലേ, എന്നോട് സ്നേഹം ഉണ്ടാവൂലേ? പിന്നെ ഇതൊക്കെ ഇത്തിരി ഓവർ സ്നേഹമാണ്. ഇപ്പോഴും കണ്ടാ കീരിയും പാമ്പുക. സത്യം. ഒരു സ്ഥലത്ത് ഞാൻ പോണത് ഇഷ്ടവുമല്ല. ഞാൻ പോട്ടെ ചേച്ചി. നീ എന്തേ പോന്നെ? അല്ല ഞാൻ പെട്ടെന്ന് ആ കാര്യം ഓർത്ത് ചേച്ചി അന്നിങ്ങനെ പറഞ്ഞായിരുന്നല്ല പോണെന്ന്. പിന്നെ പോയി. അവരൊക്കെ പോയി.
അവസാനം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് പറഞ്ഞു. ആര് പറയൂല. അപ്പോഴാണ് സമാധാനമായത്, ഞെരിപിരി കുറഞ്ഞു. ഇതിങ്ങനെ തയ്ക്കല്ലേ? അമ്മ വയ്ക്കട്ടെ, ഞാൻ പോണു. കൊളവാക്കിയ അമ്മ. ഞാൻ തയ്ക്കണില്ലല്ലോ. ആ അമ്മ വെച്ചാ മതി, ഞാൻ അയച്ചേക്കാം വാട്സപ്പിലോട്ട്. അയച്ചിട്ടുണ്ടേ. ഞാൻ തയ്ക്കില്ല മുത്തേ. എന്ന് കിട്ടും? എനിക്ക് തോന്നുമ്പോൾ എനിക്ക് എൻ്റെ കുറേ ആൾക്കാരുടെ തയ്ക്കാനുണ്ട്. എന്റെ പൊന്നോ. അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ നല്ല തയ്യക്കാരൊക്കെ കിട്ടുമല്ലോ, പോയി തയ്ച്ചു കൊടുച്ചു. ആണേ ശരി, എന്നാ ഞാൻ വേറെ തയ്യക്കാർ. ആ മതി. ശരി. അല്ലടാ ഞാനേ ആലോചിക്കായിരുന്നു, അവനൊരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോടാ. അമ്മാവൻ ഗുരുവായൂരപ്പനെ പറ്റിയാണ്. ആ എന്ത്? ഞാൻ കൊണ്ടുപോയില്ല അമ്മേ, അമ്മ ഇനി അമ്മേനെ വിഷമിക്കണ്ടായിരുന്നു. അതൊക്കെ ശരി തന്നെ. അല്ല ഞാൻ പലപ്പോഴും ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് ഗുരുവായൂർ പോകണമെന്ന്. എന്നാ അവൾ പോയപ്പോൾ പുറകെ ഓടിയല്ലോ അവൻ. ഇന്ന് എൻ്റെ ചേച്ചി വരുന്നൊരു വാക്ക് ചോദിച്ചില്ലല്ലോ. എനിക്ക് തോന്നുന്നത് അമ്മായിയാണ് ആദ്യം പോയിരുന്നത്. അതെ. അതിന്റെ കൂടെ അമ്മാവന്റെ പോയെന്നേ ഉള്ളൂ. അതൊക്കെ അതിനകത്തൊക്കെ ഇപ്പൊ എന്തിരിക്കുന്നു, പെട്ടെന്ന് തീരുമാനിച്ച് പോണല്ലേ അമ്മ. അത് എത്ര പെട്ടെന്ന് തീരുമാനിച്ചാലും ശരി തന്നെ. ഞാനൊരു തീരുമാനം എടുത്താൽ അപ്പോഴും നിൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ പറയും, എടാ എൻ്റെ ചെറുക്കനെ അറിയിക്കണേ, ഞാൻ എൻ്റെ മോനെ പോലെ തന്നെയാണ് വളർത്തിയത്. ആ ഒരു നന്ദി എന്ന് പറയുന്നവനില്ലല്ലോ. അമ്മ ധൈര്യമായിട്ടിരിക്കുക, അടുത്ത ആഴ്ച നമുക്ക് ഗുരുവായൂർ പോകാം. അല്ലടാ ലില്ലി പറഞ്ഞില്ലായിരുന്നേ നമ്മൾ ഈ കാര്യം അറിയാമായിരുന്ന. പോട്ട് സാരമില്ല. മൂന്ന് പ്ലേറ്റ് എടുത്തു. സാരമില്ല. ആ ദോശ അമ്മാവൻ്റെ കാര്യം പറയായിരുന്നു. മക്കളും കൂടെ ഇരിക്കട്ടെ. എനിക്കിപ്പോൾ വേണ്ടമ്മേ, ഭയങ്കര തലവേദന. ചേടാ എന്താ തലവേദന? നീ കഴിച്ചില്ലല്ലേ? കഴിക്കമ്മേ. മക്കളും കൂടെ ഇരിക്കുക. എനിക്ക് വേണ്ടമ്മേ, വിശപ്പില്ല. ഗുളിയൊന്നും ഇരിപ്പില്ലേടാ? ആ ഗുളിക ഞാൻ കഴിച്ചോളാം. തലവേദന എപ്പോ വന്നു? തലവേദന എപ്പോൾ വന്നെന്നൊക്കെ പറയാൻ പറ്റുമോ ഏട്ടാ? അങ്ങ് വന്ന് കഴിച്ചിട്ട് പാത്രമൊക്കെ ഇവിടെ തന്നെ വെച്ചേക്കാം, അമ്മ കഴുകാനൊന്നും നിൽക്കണ്ട കേട്ടാ. എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിക്കണേ. നീയായിട്ട് വല്ല വഴക്കുണ്ടായ? ഞാൻ അങ്ങോട്ട് ചോദിക്കായിരുന്നു, അമ്മ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു? വഴക്കിന് പോണത് പിന്നെ അവളുമായിട്ട് വർത്താനം പറയുന്നൊന്നും കേട്ടതും ഇല്ല. അങ്ങോട്ട് അവിടെ ഒരു വർത്താനം ഒന്നും കേട്ടില്ല. ഇനി പിന്നെ ഈ ഓരോ പിള്ളേർക്ക് ഓരോ സ്വഭാവം ഓരോ സമയത്ത് വന്ന് കയറിക്കോളൂ. എന്തോ ചെയ്യാനാ? നീ കഴിക്ക്, അവൾക്ക് തോന്നുമ്പോൾ ഇനി കഴിക്കട്ടെ. ഉണ്ണില്ലാതെ ചെയ്യും, ചിലപ്പോൾ തലവേദനയായിരിക്കും. അയ്യോ കിടന്ന തലവേദന കുറവുണ്ടാ? തങ്കമായിട്ടില്ല വഴക്കൊണ്ടാടി? ഒരു പ്രശ്നവും ഇല്ല ഏട്ടാ. വേറെ ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ആരെങ്കിലുമായിട്ട് വഴക്ക് പിടിച്ചാണ് ഇവിടെ കിടക്കണേന്ന് ഏട്ടനോട് പറഞ്ഞ? അല്ല
അല്ല നീ വന്ന് ഒന്നും മിണ്ടുന്നുമില്ല, സംസാരിക്കുന്നുമില്ല, ഒരു ആഹാരം കഴിക്കുന്നുമില്ല. എനിക്ക് തലവേദന എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. തലവേദനയ്ക്ക് ഒരു കാരണം കാണുമല്ലോ. എന്ത് തലവേദന വരാനായിട്ട് ഒരാൾക്ക് തലവേദന വരാൻ കാരണം വേണോ? ചുമ്മാ അങ്ങ് തലവേദന വരുമോ? എനിക്ക് ചുമ്മാ അങ്ങ് തലവേദന വന്ന്. എന്ത് പ്രശ്നം പറയാ? പ്രശ്നം പറഞ്ഞാലേ തീരുള്ളൂ. നമുക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞ ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോകണമെങ്കിൽ ഞാൻ പോകാം. ഏട്ടൻ ഇവിടുന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാമല്ലോ. എടി നിന്റെ അടുത്ത് എഴുന്നേറ്റ് പോകാൻ വല്ലോ ഞാൻ പറഞ്ഞാ? ഞാൻ കിടക്കണ എനിക്ക് കുഴപ്പമുണ്ടോ? ഞാൻ ഇന്നലത്തെ ആളല്ലല്ലോ നീ. ഇന്നലെ എന്ത് സ്നേഹമായിരുന്നു. ഇന്നലെ ഇതോടൊക്കെ നമ്മൾ കിടന്നത് അല്ലല്ലോ. നിനക്ക് തലവേദനയൊന്നുമല്ല, നിനക്ക് വേറെ എന്തോ പ്രശ്നമുണ്ട്. അത് പറ. ഇനി ഡാൻസ് സ്കൂളിൽ ആരെങ്കിലും എന്തെങ്കിലും വഴക്കൂടിയാ? ഡാൻസ് സ്കൂളിൽ എനിക്ക് ഒരു വഴക്കുമില്ല. എനിക്ക് അവിടെ പോണത് സന്തോഷം മാത്രമേ ഉള്ളൂ. അവിടെ പോണ സന്തോഷം. അപ്പൊ ഇത് ഇവിടെയാണോ സങ്കടം? ഇവിടെയാണ് എനിക്കിപ്പോ സങ്കടം. അതിന്റെ കാര്യമല്ലേ ചോദിക്കുന്നത്. നീ പറയാൻ എനിക്ക് അറിയാൻ പറ്റും. എഴുന്നേറ്റ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞ. ഇന്നലെ നമ്മൾ നല്ല സ്നേഹത്തിലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെയല്ല. നമ്മൾ അങ്ങനെയാണല്ലോ. ഒരു ദിവസം സ്നേഹമാണെങ്കിൽ ഒരു ദിവസം നമ്മൾ തമ്മിൽ പിന്നെ പ്രശ്നമാവും. ഞാൻ അറിയത്തക്ക ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടാണ് എനിക്ക് മനസ്സിലാവും. ഇതിപ്പോൾ നിന്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജോത്സ്യനൊന്നുമല്ല. നീ ഒന്ന് പറയാ കാര്യം എന്താണെന്ന് ചെയ്തു. അതെ, എനിക്ക് മനസ്സിലായി ഏട്ടൻ ജോത്സ്യനൊന്നും അല്ലാന്ന്. അതെന്താണെന്നറിയോ? ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുമ്പോഴേ ഭാര്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഭർത്താവ് മനസ്സിലാക്കും, സ്നേഹമുള്ളവരാണെങ്കിൽ. എടി നീ പറ, എന്താ കാര്യം നിന്റെ പ്രശ്നം? എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഏട്ടാ. നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും, തിരിച്ച് അവരെ നമ്മൾ അങ്ങനെ തന്നെ സ്നേഹിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. ഇതിന്ന് ഏട്ടൻ എന്ത് മനസ്സിലായി? പറ, എന്ത് മനസ്സിലായി? നീ നമ്മളൊരാളെ സ്നേഹിച്ചു, പക്ഷെ ആള് തന്നെ തിരിച്ച് സ്നേഹിച്ചില്ല. അതല്ലേ പ്രശ്നം? ഞാൻ ആരെ സ്നേഹിച്ച്? ഞാൻ ഈ ലോകത്തുള്ള ആണുങ്ങളെ സ്നേഹിച്ച? ആരെയാ ഞാൻ സ്നേഹിക്കുന്നത്? ഞാനാണോ തെറ്റുകാരൻ? അല്ല, ഞാനാണ് തെറ്റുകാരൻ. ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നിന്നോട് തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, തെറ്റായിട്ടൊന്നും പെരുമാറിയിട്ടില്ല, തെറ്റായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ നീ എന്റെ പേരിൽ എന്തിനാണ് കുറ്റം ആരോപിക്കുന്നത്? ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഏട്ടൻ എന്റെ മനസ്സ് കണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കത്തില്ല. നീ ഞാൻ അതുപോലെ ചെയ്യാം. പറ, എന്താ വേണ്ടത്? നീ പറയുന്ന പോലെ അനുസരിച്ചോളൂ. പറയട്ടെ. ഇന്ന് ഞാൻ ഏട്ടനോട് വന്ന് പൈതൽമലയിൽ പോണ കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞ അപ്പൊ ഏട്ടൻ എന്താ എന്നോട് തിരിച്ചു പറഞ്ഞത്? പൊക്കോളാൻ പറഞ്ഞു. ചാടി കയറിയ ഉടനെ എന്നോട് പൊക്കോന്ന് പറഞ്ഞു, അല്ലേ? അങ്ങനല്ലേ പറയണേ. ഞാനിന്ന് ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഡാൻസ് പഠിപ്പിക്കുന്ന മറ്റേ ശുഭയില്ലേ, അവളുടെ ഹസ്ബൻഡ് വിളിക്കാൻ വേണ്ടി വന്നു. അപ്പം അവൾ ഈ കാര്യം അയാളോട് പറഞ്ഞു, പൈതൽമലയിൽ പോണ കാര്യം. അപ്പം അയാൾ എന്താ തിരിച്ചു പറഞ്ഞതെന്നറിയോ? നീ പോവാണോ? നീ പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ 2 ദിവസം ഞാൻ നിന്നെ എങ്ങനെ വിളിക്കും? നിന്നെ കാണാതെ ഞാൻ എങ്ങനെ ഇരിക്കും? അയാൾക്ക് എന്തൊരു സങ്കടമാണെന്നറിയോ 2 ദിവസം അവൾ മാറി നിൽക്കുന്നെന്ന് പറഞ്ഞപ്പോൾ. അതും കേട്ടോണ്ടാണ് ഞാൻ അവരുടെ മുന്നിൽ കൂടെയാണ് നടന്നു പോയത്. അതും കേട്ടോണ്ടാണ് ഞാൻ റോഡിലോട്ട് വന്നപ്പോൾ ഞാൻ അമ്മാവനെ കണ്ട്. അപ്പം അമ്മാവൻ പറയും, അമ്മായി എവിടെയോ ഏതോ അമ്പലത്തിൽ ഭജനയ്ക്ക് പോവുകയാണ്, അപ്പോൾ അവളെ ഒറ്റയ്ക്ക് വിടണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനും കൂടെ പുറകെ പോവുകയാണെന്ന്. എനിക്ക് ഒറ്റയ്ക്ക് അവളെ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാണെന്ന്. അവിടെ കഴിഞ്ഞാൽ അമ്പലത്തിലായി കഴിഞ്ഞാൽ പിന്നെ അവൾ ഫോൺ ചെയ്താൽ പോലും എടുക്കത്തില്ല, അതുകൊണ്ട് ഞാനും കൂടെ പോവുകയെന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മാവൻ അങ്ങോട്ട് പോയത്. അതും കേട്ടുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഏട്ടനോട് അക്കാര്യം പറഞ്ഞപ്പം ഏട്ടൻ പറയാ, അതിനെന്താ പൊക്കോ എന്ന്. ഏട്ടന് ഒരു ടെൻഷനും ഇല്ല. ഞാനൊരു 2, 3 അല്ലെങ്കിൽ 1 മാസം ഇവിടുന്ന് മാറി നിന്നാൽ ഏട്ടന് സന്തോഷമാണ്. ഏട്ടന് അത്രയും സമാധാനമാവുമല്ല. ഏട്ടൻ്റെ ഇഷ്ടം പോലെ നടക്കാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഏട്ടൻ എൻ്റെ മനസ്സൊന്നും കാണത്തില്ലെന്ന് പറഞ്ഞു. നമ്മൾ ആഗ്രഹിക്കും ചില കാര്യങ്ങളൊക്കെ. ഈ ചേച്ചി എന്താ ക്ലീറ്റോ ചേട്ടനെ വിട്ടിട്ട് ഒരു സ്ഥലത്തും പോവാത്തത്? ചേച്ചി എവിടെയൊക്കെയോ പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലീറ്റോ ചേട്ടൻ പറയും, പോകണ്ട എന്ന് പറയും, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെയാ ചേച്ചി ഒരു സ്ഥലത്തും പോവാത്തത്. ഞാൻ വിചാരിച്ചെന്നറിയാൻ മതി. ഞാനാണെങ്കിൽ എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ,
സ്റ്റേഷനിലൊരു ആവശ്യം വന്നാൽ അതിന് പോകാറുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തൊക്കെ പോകാറുണ്ട്. നീ ഇരുന്നിരുന്ന് ആദ്യമായിട്ടൊരു കാര്യം ചോദിച്ചതല്ലേ, നിങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഒരു പൈതൽ വലയോ ഇവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്കൊരു സന്തോഷം കിട്ടുന്ന ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് ഇങ്ങനെയല്ല പറയേണ്ടത് എനിക്ക് അറിഞ്ഞിട്ടായിരുന്നു. നീ പ്രതീക്ഷിച്ച വേറെ എന്തോ ആയിരുന്നു അല്ലേ? ഞാൻ പ്രതീക്ഷിച്ച എന്താന്ന് ചേട്ടന് മനസ്സിലായില്ലേ? ആ, നീ അങ്ങനെ ഒന്നുകൂടെ ചോദിക്കോ? ഞാൻ 23-ാം തീയതി പൈതൽ വല്ല പോകണം, പൊയ്ക്കോട്ടാന്ന് ചോദിച്ചതെന്നാടാ. ഞാൻ ചോദിക്കുന്നൊന്നുമില്ല. വേണ്ട, ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ എനിക്കുള്ള മറുപടി കിട്ടിയതല്ലേ. ഞാൻ 23-ാം തീയതി പൈതൽമല പോയിക്കോട്ടെ. പൈതൽ മല എവിടെ? പൈതൽമല എവിടെയാന്ന് ചേട്ടൻ അറിയാൻ പാടില്ല. ആ, കണ്ണൂര്. ആ, ആരൊക്കെ പോണു നിങ്ങള്? ഡാൻസ് ക്ലാസ്സിലെല്ലാവരും കൂടെ. അപ്പം അന്ന് വൈകുന്നേരം വരാൻ പറ്റില്ലല്ലോ. പിറ്റേ ദിവസം വരാൻ പറ്റത്തുള്ളൂ. അയ്യോ, നിന്നെ കാണാൻ ഞാൻ എങ്ങനെ ഇരിക്കും ലില്ലി? എനിക്ക് അത് വിഷമമാണത്. നീ എൻ്റെ ചങ്കല്ലേ. പറയാൻ പറ്റില്ലടി. ഞാൻ സത്യത്തിലേ ഏട്ടൻ പഴയ പോലെ ഒന്ന് പറഞ്ഞേ. ഞാൻ 23-ാം തീയതി പൈതൽമല പൊക്കോട്ടെ. പൈതൽമല പൊക്കോട്ടെ. ആ പൊക്കോന്ന് പറ. ഏട്ടൻ അതേ ചെയ്തു. സ്നേഹമില്ലഞ്ഞിട്ടല്ലടാ എനിക്ക്, പക്ഷെ ഇങ്ങനെയൊക്കെ പറയാൻ അറിയാം. എനിക്ക് മനസ്സിലായി. ഒരാൾക്ക് ചേരേണ്ടതേ ചേരത്തുള്ളൂ കേട്ടാ. ഏട്ടൻ ഇത് മതി, നേരത്തെ പറഞ്ഞ പോലെ. Aliens.